സാറിന്റെ ലാബിൽ ഇപ്പൊ നടക്കുന്ന വർക്കുകളെ കുറിച്ചൊന്ന് പറയോ? എൻ്റെ ലാബിൽ ഇപ്പോൾ നടക്കുന്ന വർക്ക് കുറേ ഉണ്ട്. എന്തൊക്കെയാ പറയണ്ടേ? പോളിമർ നാനോ കോമ്പോസൈറ്റ്സ്, അതായത് നമ്മളെ അനിലിൻ, തയോഫിൻ, പൈറോൺ, ഇതെല്ലാം മോണോമറുകൾ എടുക്കും. ആ മോണോമറിൽ എടുത്തിട്ട് പോളിമറൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് നാനോ പാർട്ടിക്കിൾ, പല മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിളോ മെറ്റൽ സൾഫൈഡ് നാനോ പാർട്ടിക്കിൾ അതിനകത്തേക്ക് ഇടും. ഇട്ടിട്ട് അതിനെ പോളിമറൈസ് ചെയ്തു. മനസ്സിലാണ്ടോ? അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അട ചുടുമ്പോൾ ശർക്കരയും ഇതുമെല്ലാം കൂടി കുഴച്ചിട്ട് ഉപയോഗിക്കുന്നു. അതൊരു പോളിമറൈസ് അല്ലേ? പോളിമറാണ്. അട തന്നെ ഒരു ഇത് വരുമ്പോൾ പോളിമർ. അപ്പൊ അതിൽ ഇൻസിറ്റ് ഉള്ളിലാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു മോണോമർ എടുക്കുന്നു. ആ മോണോമറിനകത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അട ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഈ നാനോ പാർട്ടിക്കിൾ അടയുടെ അകത്ത്, ചിലരിങ്ങനെ അട ചുട്ടിട്ട് അകത്ത് വെക്കൂലേ ശർക്കരയും അവിലും ഒക്കെ, അല്ലേ? അതുപോലെ നാനോ പാർട്ടിക്കിൾ. അപ്പൊ ഈ അടയും ഈ ശർക്കരയുടെ ഇതും തമ്മിൽ ഒരു യോജിപ്പുണ്ട് അവിടെ, ചെറുതായിട്ടൊരു യോജിപ്പ്. വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? എന്ത് പേരാ പറയുന്നത്? വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ്. ഒരു ചെറിയ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അവർ തമ്മിൽ. അപ്പൊ പൈറോള്, ഇൻഡോള്, തയോഫിൻ, പിന്നെ എന്തൊക്കെയാണ്, അങ്ങനെ കുറെ മോണോമറുകൾ. ഇനി അതിന്റെ കോപോളിമർ പ്രിപ്പയർ ചെയ്യും, ഒന്നത്. പിന്നെ മറ്റൊന്നത് കാഷ്യൂ ഗം. കാഷ്യൂ ഗം എന്ന് പറയുന്നത് നമ്മുടെ മരം, കശുമാവിന്റെ മരം ചെറുതായിട്ട് ചെത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പശ ഇറങ്ങി വരും. ഓക്കെ, ആ പശ ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നാനോ പാർട്ടിക്കിൾ ചേർത്തിട്ട് അതിന്റെ സ്ട്രെങ്ത് കൂട്ടും. അതിന് വളരെ ഇത് കുറവാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പശ, നമ്മൾ ഉപയോഗിക്കുന്ന ഫെവിക്കോൾ എന്താ സാധനം അറിയോ? ഫെവിക്കോൾ മെറ്റീരിയൽ എന്താ? ഒട്ടിക്കുന്ന പശ PVA ആണ്. PVA എന്ന് പറഞ്ഞാൽ പോളിവിനൈൽ ആൽക്കഹോളാണ്. PVAC ആണ്, പോളിവിനൈൽ അസറ്റേറ്റ് ആണ് ഒട്ടിക്കുന്ന സാധനം. അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്ന്? കാഷ്യൂ മാവ്, കാഷ്യൂ ഗം എടുത്തിട്ട് കാഷ്യൂ ഗമ്മിന്റെ ഇതിനകത്ത് നാനോ പാർട്ടിക്കിൾ ഇട്ട് ചേർക്കും. പിന്നെ കൈറ്റോസാൻ, കുഞ്ചിന്റെ ഒക്കെ തൊണ്ടില്ലേ, കൈറ്റിൻ എന്ന് പറയുന്നത്. ആ കൈറ്റിനെ നമ്മൾ കൈറ്റോസാനായിട്ട് നമ്മൾ മേടിക്കുവാണ്. ഇവിടെ അത് ചെയ്യാറില്ല. കൈറ്റോസാൻ വാങ്ങിക്കും. അതും തമ്മിൽ അതിനകത്തേക്ക് നാനോ പാർട്ടിക്കിൾ ഇട്ടിട്ടോ അല്ല മറ്റേ ഏതെങ്കിലും PVA പറഞ്ഞ ഉള്ള മോണോമറുകളൊക്കെ പോളിമർ ഇട്ടിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്തിട്ട് നാനോ പാർട്ടിക്കിൾ എക്സിറ്റു പുറമേ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഇൻസിറ്റു അല്ല, എക്സിറ്റു മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പേപ്പറുകളുണ്ട്. പിന്നെന്തോന്ന്, പിന്നെന്താ പറയല്ലേ? ഞാൻ ഓർക്കണല്ലോ. പിന്നെ എന്തൊക്കെ വർക്കാ? പിന്നെ റബ്ബറിലുണ്ട്. റബ്ബറിൽ കുറെ വർക്കുകൾ SBRനകത്തും എപ്പോക്സിഡൈസ്ഡ് നാച്ചുറൽ റബ്ബർ എന്നൊക്കെ പറയുന്നുള്ളൂ. അതിലിപ്പോൾ റീസെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. SBR റബ്ബറിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരുവിധമുള്ള എല്ലാ റബ്ബറുകളിലും നമ്മൾ വർക്ക്, അതിനകത്ത് നാനോ കോമ്പോസൈറ്റുകൾ, മെറ്റൽ ഓക്സൈഡോ മെറ്റൽ സൾഫൈഡോ ഇട്ടിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. PMMA, പോളിമെഥൈൽ മെഥാക്രിലേറ്റിൽ നാനോ പാർട്ടിക്കിൾ ഇട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പോളിസ്റ്റൈറീനിലുണ്ട്. അങ്ങനെ അനവധി പോളിമറുകളിൽ നാനോ പാർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെർസിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. പട്ടനൂൽപ്പൊടി അറിയില്ലോ? അതുണ്ടാക്കുമ്പോൾ അതിലെ വേസ്റ്റ് വാട്ടർ ഉണ്ട്. ആ വേസ്റ്റ് വാട്ടറിൽ നിന്ന് നമ്മൾ ഇത് ഐസൊലേറ്റ് ചെയ്തെടുക്കും. സെർസിൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? കോസ്മെറ്റിക്സിന് ഉപയോഗിക്കുന്ന. അപ്പൊ സെർസിന്റെ 25 മില്ലിക്ക് 50,000 രൂപയാണ്. ആന്റി ഏജിങ് ഏജന്റ് ആ സാധനം. പ്രായം തോന്നാതിരിക്കാൻ. അടിച്ചു നോക്കിയാൽ മതി സെർസിന്റെ സാധനം. 25 മില്ലിക്ക് 50,000. അപ്പൊ സെർസിൻ ഉപയോഗിച്ചിട്ടുള്ള നാനോ മറ്റേ വർക്കുകൾ 1-2 വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ അല്ലേ? പിന്നെ എനിക്ക് ഓർമ്മ കിട്ടുള്ള കുറെ ഉണ്ടാവും. റീസെന്റ് ഇങ്ങനെ ഓർമ്മ കിട്ടുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും? ഞങ്ങള് റിസർച്ചിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ
ഈ പോളിമർ ഫീൽഡിൽ തന്നെ ഇനിയും വരുന്ന വർഷങ്ങളിൽ ഏത് ഫീൽഡാണ് ചൂസ് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ഫീൽഡിലാണ് പോളിമറിൽ തന്നെ? പോളിമറിൽ ഏത് ഫീൽഡും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം പോളിമറിൽ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. മെറ്റീരിയൽ സയൻസ് എല്ലാം ഈ പോളിമറിലും വരും. അപ്പൊ പോളിമർ തന്നെ വേണമെന്നില്ല. ചില കുട്ടികൾ ഇപ്പൊ പോളിമർ പഠിച്ച കുട്ടിക്ക് ചിലപ്പോൾ ഓർഗാനിക്കിലായിരിക്കും എവിടെയെങ്കിലും കിട്ടുന്നത്. ഇപ്പൊ ഒരു അധ്യാപകൻ NIT-യിലുള്ള ഒരു അധ്യാപകൻ പോളിമറില ഇത് ചെയ്ത് PhD ചെയ്തേക്കണം. അത് PDF ചെയ്യാൻ പോയ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലാണ്. അത് നമുക്ക് പറ്റും. എന്തായാലും വ്യത്യസ്തമല്ലേ, പോളിമറുമാണ്, മറ്റൊന്ന് സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പൊ അത് നമുക്ക് ഏതും പറ്റും. അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ഇൻ ഫ്രാൻസ് എന്ന് കൊടുക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കും റിസർച്ച് ഏറ്റവും 10 മണി മുതൽ 5 മണി വരെ റിസർച്ച് ഉള്ളൂ. അല്ല രാത്രിയിലൊന്നും അവിടെ ചെയ്യിക്കത്തില്ല. ശനി ഞായറും അവധിയാണ്. ഇവിടെയൊക്കെയാണ് രാത്രിയിലൊക്കെ നിന്ന് ചെയ്യണം. അപ്പോൾ അതിന് യൂണിവേഴ്സിറ്റീസ് ഇൻ ഫ്രാൻസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ജർമ്മനി. എന്നിട്ട് അവിടെ പോയിട്ട് കെമിസ്ട്രി നോക്കുക, മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻ നോക്കുക, പോളിമർ ഉണ്ടാവും, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോ സെഷനിലും പോയി നോക്കണം. എന്നിട്ട് അവിടുത്തെ പ്രൊഫസറെ ഇമെയിൽ ID സംഘടിപ്പിക്കുക. എന്നിട്ട് അവർക്ക് നമ്മളൊരു മെയിൽ ഇടുക. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഐ ആം ഫാത്തിമ, ഐ ഡിഡ് മൈ MSc കോഴ്സ് ഫ്രം സോ ആൻഡ് സോ ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. ഐ ആം ഏറ്റവും മോശം കുട്ടിയാണെങ്കിലും പറയുക ഐ ആം വൺ ഓഫ് ദ ടോപ്പ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ് എന്ന്. ഏറ്റവും താഴ്ത്തു കുട്ടി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, എഴുതുന്നതിന് ഇതിൻ്റെ ആവശ്യമില്ല. വൺ ഓഫ് ദ ടോപ്പ് സ്റ്റുഡൻറ്റ് ഇൻ മൈ ക്ലാസ് റൂം ആൻഡ് ഐ ഡിഡ് മൈ പ്രൊജക്ട് സോ ആൻഡ് സോ ഓൺ. ഞാൻ ആരെങ്കിലും അത് പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ടൈറ്റിൽ ഒന്ന് എഴുതുക. സ്റ്റഡീസ് ഒന്ന് ടൈറ്റിൽ ഒന്ന് മാറ്റി എഴുതിയിട്ട് ദിസ് പേപ്പർ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ഒരു ജേർണലിൻ്റെ പേര് എഴുതുക, വൈലി എന്ന് ഇട്ടേക്കുക. അതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വർക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ആ പ്രൊഫസറുടെ കീഴിൽ, താങ്കളുടെ കീഴിൽ ഒഴിവുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഇത് ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് പറയും. പിന്നെ പറ്റുമെങ്കിൽ എന്നെ കുറച്ചുകൂടി ഇതുണ്ട്, അയാളുടെ പേപ്പർ റീസെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേപ്പർ ഒന്ന് വായിച്ചിട്ട് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ആ പർട്ടിക്കുലർ പേപ്പറൊക്കെ പറഞ്ഞ് ഇൻ ദാറ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാവരും സ്വിപ്പിയിൽ വീഴല്ല. ചിലർ സമ്മതിക്കൂല, അവർക്കറിയാം അവർ നമ്പറാന്നൊക്കെ, ചിലർ വീഴും. അപ്പോൾ അതിനകത്ത് അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ മാർഗ്ഗമാണ് ഏറ്റവും നല്ലത്. യൂണിവേഴ്സിറ്റി എല്ലാ ഇതിലും യൂണിവേഴ്സിറ്റീസ് ഇൻ തൈവാനോ യൂണിവേഴ്സിറ്റീസ് ഇൻ മലേഷ്യ. ഒരു പെൺകുട്ടി ഇപ്പോൾ എൻ്റെ കൂടെ MPhil ഉണ്ടായിരുന്നു, ഹോങ്കോങ്ങിന് വരെയും പോയിട്ടുണ്ട്. മെക്സിക്കോയിൽ പോയിട്ടുണ്ട്. മെക്സിക്കോയിൽ 2 പേര് ഇപ്പോൾ ഒരു കുട്ടി പോകാനിരിക്കുന്നു മെക്സിക്കോയിലൊക്കെ പൈസ കുറവാണ്. പിന്നെ ഇതായിരിക്കും നല്ല മാർഗം കേട്ടോ. നല്ലൊരു ബയോഡാറ്റ ഉണ്ടാക്കുക, നല്ലൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാനും ബയോഡാറ്റ ഉണ്ടാക്കാനും എളുപ്പമല്ലേ. സാർ, ഈ വരുന്ന കാലഘട്ടത്തിൽ ഈ നാനോ മെറ്റീരിയൽസ്, പോളിമർ സയൻസ് എന്നീ സാധ്യതകളെ കുറിച്ചിട്ടുണ്ട്. സാധ്യതകൾ എന്ന് പറഞ്ഞാൽ പോളിമറിന്റെ മെറ്റീരിയൽ സയൻസിന്റെ സാധ്യതകൾ അനന്തര അതാണ് എന്താ പറയുക, നീണ്ടു കിടക്കുന്നു, ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഞാൻ പറയില്ലേ, നമ്മുടെ സ്ഥലത്ത് കേരളം ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ഉള്ള ഒരു സ്ഥലം അല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് ചില മാർഗങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് നമുക്ക് ഇവിടെ മഞ്ചേരി CFC ആണ്, കേട്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അവിടെ നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി? ഏതെങ്കിലും നമുക്ക് ലോൺ എടുത്തിട്ട് ഒരു ഇൻഡസ്ട്രി, ചെറിയൊരു ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങണം, അത് കിട്ടിയില്ലേ? പറഞ്ഞു തന്നാ മതി, അതൊന്നുമില്ല പറഞ്ഞിരുന്നു. അപ്പൊ പോയി നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ഇൻഡസ്ട്രി ചെറുതായിട്ട് തുടങ്ങും, വലിയ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് ആ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ ആ കടകളിൽ വിറ്റഴിച്ച് ചെറിയ ചെറിയ സമ്പാദ്യങ്ങളാക്കുക. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് ആ രീതിയിലും ഇതുണ്ട്. പിന്നെ വിദേശത്ത് ഗൾഫിൽ സാധ്യതകളുണ്ട്. ഗൾഫിൽ എന്താ പറയുക, കെമിക്കൽ കമ്പനീസ് ഉണ്ട്, ടെസ്റ്റിംഗ് ലാബ്സ് ഉണ്ട്.
അപ്പോൾ അവിടെയല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെയുണ്ട്, പ്ലാസ്റ്റിക് സൈസറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഇവിടുന്ന് MSc കഴിഞ്ഞ് പോയിട്ട് ആ കുട്ടി ഈ വർക്ക് ചെയ്യാൻ പറ്റാണ്ട് അത് പോകുന്നു. അതിന് ഉയരം കുറവാണ്. അപ്പോൾ പോളിവിനൈൽ ആൽക്കഹോളിൻ്റെ നാനോ ഉണ്ടാക്കില്ല അവരുടെ പരിപാടി. അപ്പോൾ പോളിവിനൈൽ ആൽക്കഹോൾ വലിയ 10 ലിറ്ററിനൊക്കെ എടുത്ത് ഇങ്ങനെ ഉയരത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത്. എന്നിട്ടും കെമിക്കൽസ് ഇട്ട് മിക്സ് ചെയ്യുന്ന സാധനം. ഒരു മാസം 2 മാസം കഴിയുമ്പോൾ അവൾ പോകുന്നു. ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം. അപ്പം അങ്ങനത്തെ സാധ്യതകൾ ഗൾഫിലുണ്ട്. ഗൾഫിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അവരോട് ചോദിക്കാം. പിന്നെ അവിടെ വേറെ എന്തോ സാധനമൊക്കെ ഉണ്ട്, നൗക്കരി എന്തോ സാധനമൊക്കെ ഇല്ല അവിടുത്തെ ഒരു ജോബ് ഓറിയന്റഡ് സാധനം. ആർക്കെങ്കിലും അറിയാവോ? ഗൾഫിൽ ജോബ് ഇത് ചെയ്യണം. നൗക്കരി എന്താ? നൗക്കരി അല്ലേ? അതാണോ അതോ വേറെ എന്തോ അല്ലേ? അത് തന്നെയാണ് തോന്നുന്നു. അപ്പോൾ ആ സാധനത്തിനകത്ത് ഇവിടെ നിന്ന് തന്നെ ജോലിക്ക് സാധ്യത കണ്ടെത്താം. നിങ്ങൾക്ക് അവിടെ ഇതെഴുതുക. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് പോവുക. എന്നിട്ട് അവിടെ നിന്നിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക ഏതെങ്കിലും കമ്പനിയിൽ. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ വല്ലതും കിട്ടുവാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവരെ ആദ്യം പണിയെടുപ്പിക്കും. ഇന്റേൺഷിപ്പ് കിട്ടി പണിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്തതിലേക്ക് മാറാം. അങ്ങനെ സാധ്യതകളുണ്ട് കേട്ടോ. കേരളത്തിന് വെളിയിൽ ഒരുപാട് സാധ്യത. ബോംബെയിൽ പോയ ജോലിയുണ്ട്. ഇപ്പൊ സിപ്പറ്റ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ലേ? ആ സിപ്പറ്റ് പഠിച്ചിറങ്ങുന്ന എല്ലാ പിള്ളേർക്കും ഓരോ സ്ഥലത്ത് ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ കഴിവിനനുസരിച്ചാണ് പിന്നെ കണ്ടിന്യൂഷൻ തുടങ്ങുന്നത്. കഴിവ് മോശമാകുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. അത് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ആദ്യം ഒന്ന് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് കാണിക്കുക. അത് നമ്മളൊന്ന് സ്റ്റേബിൾ ആയിട്ട് പിന്നെ വേണമെങ്കിലും ഉറപ്പാം. സർ, പൊതുവെ കുട്ടികൾ പറയാം കെമിസ്ട്രി ഇഷ്ടമല്ല എന്നാണ്. ഈ 1 തൊട്ട് 10 വരെ പഠിക്കണ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അഭിപ്രായം? പൊതുവെ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്താൻ? അതെ, കെമിസ്ട്രി ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. കെമിസ്ട്രി നമ്മളെ പഠിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുക. ഉദാഹരണത്തിന് ബോണ്ടിങ് ഇന്ററാക്ഷൻസോ അല്ല എന്തെങ്കിലും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളും വെച്ചിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ വെച്ച് ഉദാഹരണ ഞാൻ പാലാ ബ്രില്യൻ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് പണ്ട്. അന്ന് എനിക്ക് 1 മണിക്കൂറിൽ 250 രൂപയായിരുന്നു അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എക്സാം വായിൽ ഇതിൽ കാണുന്ന ലോകത്ത് കാണുന്ന ഇതൊക്കെ വെച്ചിട്ട് എക്സാമ്പിൾ സഹിതം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് പോയ പിള്ളേരുണ്ടോ? ഇതിനകത്ത് ആരുമില്ലേ? റിപ്പീറ്റ് ഒന്നും ചെയ്തൊരാരുമില്ലേ? ഒരു കുട്ടികളില്ല? ഉണ്ടല്ലോ, നീ ഉണ്ടല്ലേ? അവിടെ അതിനെന്താ റിപ്പീറ്റ് മടി എന്തിനാ അത് പറയണം? അപ്പൊ അവിടെ പോകുമ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കുക അല്ലേ? ശ്രദ്ധിക്കുന്ന അവിടെ ഒരുപാട് ഉദാഹരണ സാധ്യതകൾ. അപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് ടഫായിട്ടുള്ള പോർഷൻസ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഞാൻ കുട്ടികളോട് പറയാൻ ഇപ്പൊ ഒരു 5 യൂണിറ്റ് ആണെങ്കിൽ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഒരു യൂണിറ്റിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഒരു യൂണിറ്റ് സൈഡിൽ. അടുത്തൊരു A4 സൈസിന് ഒരു 3ആയിട്ട് ഇവിടെ ഭാഗിക്കുക. ഒരു സൈഡിൽ ഫസ്റ്റ് യൂണിറ്റ്, രണ്ടാമത്തെ കോളത്തിൽ സെക്കൻഡ് യൂണിറ്റ്, മൂന്നാമത്തെ കോളത്തിൽ തേർഡ് യൂണിറ്റ്, മറുവശത്ത് 4th ആൻഡ് 5th യൂണിറ്റ്. ഇത് മടക്കി പോക്കറ്റ് ഇടുക. ഇടയ്ക്കൊന്ന് റെഫ്രഷ് ചെയ്യുക. ഓക്കെ, അപ്പം മറന്നു പോകില്ല. കെമിസ്ട്രിയുടെ പ്രത്യേകം ഞാൻ മറന്നു പോകും എന്നുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളിത് എപ്പോഴും ഒന്ന് ഇങ്ങനെ ഫെമിലിയറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല മെത്തേഡായിരിക്കും. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓർഗാനിക്കിൻ്റെ ഒക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും കുട്ടികളോട്, നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പർ മടക്കി. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടില്ല, വീട്ടിൽ പോയി വരുവാണ്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പ്രവൺ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ട്രെയിനിൽ കയറി അങ്ങനെ പോവാം. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് ബസ്സിന് പോകും. അപ്പോൾ ബസ്സിന് പോകുന്ന സമയത്ത് വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ പേപ്പർ എടുത്ത് മുമ്പ് നോക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിയും. അതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം മതി. താങ്ക് യു സാർ. ശരിയെന്നേ.